ഹാർഡിയർ സ്കീം 2024 എഞ്ചിനീയറിംഗ് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൊരു നോട്ടിഫിക്കേഷനാണ് ഇത്. അതായത് നമ്മൾ പ്ലസ് ടുയുടെ മാർക്ക് നമ്മുടെ പ്രൊഫൈലിലൂടെ ഒന്നുമില്ലെങ്കിൽ വെരിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊടുത്ത മാർക്ക് ഇപ്പോൾ നിങ്ങളുടെ പേജ് ലോഗിൻ ചെയ്യുമ്പോൾ അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് അത് വെരിഫൈ ചെയ്യാനാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്നത്. ആ മാർക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റിലുള്ള മാർക്ക് തന്നെയാണോ നമ്മളുടെ പ്രൊഫൈലിലും കാണിച്ചിരിക്കുന്നത് എന്ന് നോക്കുക. അപ്പോൾ അതിനായിട്ട് അങ്ങനെ വെരിഫൈ ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്യാനായിട്ട് സമയം നമുക്ക് 9/7/2024 5 മണി വരെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ കാൻഡിഡേറ്റ് പോർട്ടൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ +2 മാർക്ക് വെരിഫിക്കേഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്നൊരു മെനു അവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ +2ൻ്റെ സെക്കൻഡ് ഇയറിലെ മാർക്ക്, അതുപോലെ തന്നെ ടോട്ടൽ മാർക്ക്, ഏത് ബോർഡാണ്, ഏത് പാസ്സായ വർഷം ഏതാണ് എന്നിവ നിങ്ങൾ പേജിൽ കാണിച്ചേക്കുന്നത് പോലെ തന്നെയാണോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലും ഉള്ളതെന്നുള്ളത് നോക്കുക. ഓക്കെ, അപ്പോൾ ഓരോ മാർക്കും നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് നോക്കുമ്പോൾ സർട്ടിഫിക്കറ്റിലുള്ള മാർക്ക് തന്നെയാണ് നിങ്ങളുടെ പ്രൊഫൈലിലും കാണിച്ചേക്കുന്നത്. അതിന് ചേഞ്ച് ഒന്നും ആവശ്യമില്ല എങ്കിൽ നോ ചേഞ്ച് എന്നൊരു ബട്ടൺ അവിടെ ഉണ്ടാവും, അത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നോ ചേഞ്ച് കൊടുത്തു കഴിഞ്ഞിട്ട് വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് കറക്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തണം കേട്ടോ. അപ്പോൾ ചേഞ്ച് ഇനിയിപ്പോൾ നമ്മൾ ചില മാർക്ക് നോക്കുമ്പോൾ അതിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ അവിടെ ചേഞ്ച് റിക്വയർഡ് നോക്കുക. ചിലപ്പോൾ ചില മാർക്കിൽ നമ്മൾ കറക്റ്റ് ആയിരിക്കും, ചില മാർക്ക് കറക്റ്റ് അല്ലെങ്കിൽ എവിടെയാണോ നമുക്ക് ചേഞ്ച് ആവശ്യമുള്ളത് അവിടെ ചേഞ്ച് റിക്വയർഡ് എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ നിങ്ങൾക്ക് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രിയുടെ മാർക്ക് അവിടെ കാണിക്കുന്നുണ്ട്. അതിന് ഓരോന്നിൻ്റെയും നേരെ നമ്മൾക്ക് ഈ പറയുന്ന പോലെ നോ ചേഞ്ച് അല്ലെങ്കിൽ ചേഞ്ച് റിക്വയർഡ് എന്നുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ചേഞ്ച് ആവശ്യമില്ലാത്ത സ്ഥലത്ത് അതായത് നമ്മളുടെ മാർക്കും പ്രൊഫൈലിൽ കാണുന്ന മാർക്കും സെയിം ആണെങ്കിൽ അവിടെ ചേഞ്ചിൻ്റെ ആവശ്യമില്ല അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ നോ ചേഞ്ച് കൊടുക്കാം. ഇനി നമ്മുടെ മാർക്കും പ്രൊഫൈലിൽ കാണിക്കുന്ന മാർക്കും തമ്മിൽ വ്യത്യാസമുണ്ട് എങ്കിൽ അവിടെ ചേഞ്ച് റിക്വയർഡ് എന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആവശ്യമില്ലാത്തതിൻ്റെ നേരെ നോ ചേഞ്ചും ആവശ്യമുള്ളതിൻ്റെ പേര് ചേഞ്ച് റിക്വയർഡ് എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്നിനും മാറ്റമില്ല, എല്ലാം ഓക്കെയാണ്. ഇപ്പോൾ നമ്മൾ എല്ലാ മാർക്കും ഒന്നും വ്യത്യാസമില്ല, എല്ലാം ഓക്കെയാണ്, അവിടെ ചേഞ്ച് ഒന്നും ആവശ്യമില്ലാത്തവർ നോ ചേഞ്ച് കൊടുത്തിട്ട് വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് കറക്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഇനി എന്തെങ്കിലും ആവശ്യമുള്ളവർ എവിടെയാണോ ചേഞ്ച് ആവശ്യമുള്ളത് അവിടെ ചേഞ്ച് റിക്വയർഡ് എന്ന് കൊടുത്തിട്ട് വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് മിസ്മാച്ച് എന്ന് കൊടുക്കണം കേട്ടോ. കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, വെരിഫൈ ചെയ്തു അപ്പോൾ മിസ്മാച്ച് ഉണ്ട്, അതാണ് നമ്മൾ മിസ്റ്റേക്ക് ഉള്ളവർ കൊടുക്കേണ്ടത്. അതല്ല, മിസ്റ്റേക്ക് ഇല്ല, ഒരു മാർക്കും വ്യത്യാസമില്ല, എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നോ ചേഞ്ച് എന്നും വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് കറക്റ്റ് എന്നും കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ തിരുത്തലുകൾ അങ്ങനെ മാർക്ക് തിരുത്തേണ്ടവർ തിരുത്തലുകൾ വരുത്തിയതിന് ശേഷം അത് പ്രൂഫ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് PDF ആയിട്ട് അപ്ലോഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ 2 സർട്ടിഫിക്കറ്റുകൾ അവിടെ കൊടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടെങ്കിൽ രണ്ടും കൂടി മെർജ് ചെയ്തിട്ട് ഒറ്റ PDF ആക്കണം കേട്ടോ. PDF ആക്കിയിട്ട് വേണം അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. തിരുത്തലുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് തപാലിലോ നേരിട്ടോ ഇമെയിൽ മുഖേനയോ ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്താണോ നിങ്ങളുടെ പ്രൊഫൈലിൽ പറഞ്ഞിരിക്കുന്നത് ആ കാര്യമാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത്. ഇനി നേരത്തെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്ലോഡ് ചെയ്ത മാർക്ക് ലിസ്റ്റുകളിൽ അപാകതകൾ ഉണ്ടായിരുന്നവർക്ക് അവരുടെ മാർക്കുകൾ പരിശോധനാ വേളയിൽ ദൃശ്യമാകുന്നതല്ല. മനസ്സിലായോ? അവർ ആവശ്യമായ മാർക്ക് ലിസ്റ്റുകൾ അല്ലെങ്കിൽ അത് ഒരു മിസ്റ്റേക്ക് ഒന്നുമില്ലാത്ത വ്യക്തമായ മാർക്ക് ലിസ്റ്റുകൾ വെബ് പേജിലൂടെ ഈ പറയുന്ന സമയത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് കേട്ടോ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പരിഗണിക്കുമ്പോൾ നിങ്ങളുടെ മാർക്ക് ലഭ്യമല്ലാത്തതിനാൽ അത് നിങ്ങളെ പരിഗണിക്കില്ല. അതുകൊണ്ട് ഇത്തരം വിദ്യാർത്ഥികളുടെ റാങ്ക് തടഞ്ഞു വെക്കുന്നതാണ്. അപ്പോൾ റാങ്ക് തടഞ്ഞു വെക്കാനുള്ള ഒരു കാരണമാണ് നിങ്ങൾ കറക്റ്റായിട്ട് മാർക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളത് കേട്ടോ. മനസ്സിലായല്ലോ? നിങ്ങൾ നേരത്തെ ഒരു വിജ്ഞാപനം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്ലോഡ് ചെയ്ത മാർക്ക് ലിസ്റ്റ് എന്തെങ്കിലും മിസ്റ്റേക്ക്, അത് എൻട്രൻസ് കമ്മീഷണർ വെരിഫൈ ചെയ്തപ്പോൾ അങ്ങനെ മിസ്മാച്ച് ഉണ്ടായതുകൊണ്ട് അവിടെ ഒന്നും ചിലപ്പോൾ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരു മാർക്കും നമ്മുടെ പ്രൊഫൈലിൽ കാണിച്ചിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള മാർക്ക് കൊടുക്കുക. അത് കറക്റ്റാണ് എന്നുള്ള കാര്യങ്ങൾ കാണിക്കുന്നതിനായിട്ട് അതിൻ്റെ PDF അപ്ലോഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ.
9/7/2024 5 മണിക്കുള്ളിൽ ലഭിക്കുന്ന മാർക്ക് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 2024 എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതാണ്. മാർക്ക് വിവരങ്ങൾ ഓൺലൈനായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്താത്ത വിദ്യാർത്ഥികളുടെയും തിരുത്തലുകൾ ആവശ്യമുള്ള പക്ഷം അവ വരുത്താത്തവരുടെയും നിലവിലെ മാർക്കുകൾ അതേപടി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് പരിഗണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ അത് ഇതായിക്കോളും. ഓക്കെ, ഈ തവണ എന്താണോ ഒരു കുറിപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്, ഒന്നിലധികം രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ സ്കാൻ ചെയ്ത് ഒരു PDF ആയിട്ട് അപ്ലോഡ് ചെയ്യുക. ഇത് നമ്മൾ ആദ്യം മുതൽ പറയുന്നതാണ്, പക്ഷേ ആദ്യമായിട്ടാണ് ഈ എൻട്രൻസ് കമ്മീഷൻ്റെ നോട്ടിഫിക്കേഷനിൽ ഇങ്ങനെ ഒരു കാര്യം കാണുന്നത് കേട്ടോ, ഒറ്റ PDF ആയിട്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. ഇനി പ്രത്യേക ശ്രദ്ധയ്ക്കെന്ന് പറഞ്ഞിട്ടുണ്ട്, റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് പരിഗണിക്കപ്പെട്ട മാർക്കുകൾ, പാസ്സായ വർഷം, പഠിച്ച ബോർഡ് എന്നിവ പ്രവേശന സമയത്ത് കോളേജ് അധികാരികൾ പരിശോധിക്കുന്നതും ഈ വിവരങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം കാണുന്ന പക്ഷം ഇത്തരം വിദ്യാർത്ഥികൾ പ്രവേശനത്തിന് അയോഗ്യരാകുന്നതുമാണ്. അതായത് നമ്മൾ പറയുന്ന കാര്യം തന്നെയാണ്, നമ്മളവിടെ അപ്ലോഡ് ചെയ്തേക്കുന്ന മാർക്കും നമ്മളുടെ സർട്ടിഫിക്കറ്റിലുള്ള മാർക്കും രണ്ടാണെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസലായി പോകും. കാരണം നമ്മൾ കൊടുത്ത മാർക്കിൻ്റെ ബേസിലാണ് നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്ന് അലോട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ അത് വ്യത്യാസം ഉണ്ടായാൽ തീർച്ചയായും നിങ്ങൾ ആ റാങ്കിൽ നിന്ന് പുറത്താവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് നിങ്ങളുടെ നഷ്ടപ്പെടുവാണ്. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ കൊടുക്കുക കേട്ടോ. ഇതാണ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.